എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സെന്നാണ്. വൈകുന്നേരം ചായയുടെ കൂടെ വത്സലേച്ചി ഈ ഒരു സാധനം കഴിക്കാനായിട്ട് പുഴുങ്ങി തന്നപ്പോഴാണ് ഞാൻ കരുതിയത് അല്ലെങ്കിൽ വിചാരിച്ചത്, ഞാൻ ഇതുവരെ ഇതിനെപ്പറ്റി നിങ്ങളോട് സംസാരിച്ചിട്ടില്ലല്ലോ. ഇദ്ദേഹം ആരാന്ന് മനസ്സിലായില്ലേ? സ്വീറ്റ് പൊട്ടറ്റോ, നമ്മൾ മധുരക്കിഴങ്ങ് എന്ന് വിളിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ ആണ് ഇദ്ദേഹം. ഇത്തവണ ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോയപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് എന്താണ് ഇത്ര പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പറയാനുണ്ട്. ഇദ്ദേഹം ഒരു കിഴങ്ങാണ്, അതറിയാലോ, ഒരു ട്യൂബറാണ്, കിഴങ്ങാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡയബറ്റീസ് ഉള്ള ആളുകൾ, അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള ഡയറ്റ് ചെയ്യുന്നവർ, ഇവരാരും ഈ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ആളുകളെ കൂടുതൽ കഴിക്കരുത്. അതായത് നമ്മുടെ പൊട്ടറ്റോ, ചേന, ചേമ്പ് അങ്ങനത്തെ സംഗതികൾ കൂടുതൽ കഴിക്കരുത്. അതൊന്നും പച്ചക്കറികളല്ല. കാരണം അതിലൊക്കെ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പൊണ്ണത്തടി വെക്കാൻ, ഓവറായിട്ട് കഴിക്കുന്നത് പൊണ്ണത്തടി വെക്കാനും ഷുഗർ കൂടാനും ഒക്കെ മാത്രമേ നമുക്ക് ഉപകാരപ്പെടൂ. അതുകൊണ്ട് അവയെ പച്ചക്കറിയായിട്ട് കൂട്ടരുത്. നമ്മൾ മാറ്റി നിർത്തേണ്ട ആളുകളിൽ കിഴങ്ങ് വർഗ്ഗം ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഈ കിഴങ്ങ് വർഗ്ഗത്തിലും ചില നല്ല ആളുകളുണ്ട്, ജെന്റിൽമാൻ. അപ്പോൾ കിഴങ്ങ് വർഗ്ഗത്തിൽ ഒരു ജെന്റിൽമാൻ ആണ് ഇദ്ദേഹം, സ്വീറ്റ് പൊട്ടറ്റോ. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ ജെന്റിൽമാൻ എന്ന് പറയുന്നത്? അതായത് ഷുഗറുള്ള ആളുകൾക്കും തടി കുറയ്ക്കാൻ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാവുന്ന ഒരു നല്ല ഭക്ഷണമാണ് സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹത്തിന് വളരെ കുറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. അതായത് നമ്മൾ കഴിച്ചാലും വളരെ പതുക്കെ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവൽ കൂടുകയുള്ളൂ. ബാക്കിയുള്ള പൊട്ടറ്റോ ആവട്ടെ, ഇപ്പോൾ മരച്ചീനി ആവട്ടെ, ചേനയാവട്ടെ, ചേമ്പാവട്ടെ, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഷുഗർ കൂടാൻ ഇടയാക്കും. ഇതും കാർബോഹൈഡ്രേറ്റ് റിച്ച് തന്നെയാണ്. പക്ഷേ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഷുഗർ ലെവൽ വളരെ പതുക്കെ മാത്രമേ കൂടുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇതൊരു മധുരക്കിഴങ്ങിൻ്റെ പകുതിയാണ്. ഇത്ര പോകുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ഒരു ദിവസം കഴിക്കാം. ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. അടുത്ത ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് ഫൈബർ ഉണ്ട്. ഫൈബർ എന്ന് പറയുന്നത് ഷുഗർ കൺട്രോളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് മാത്രമല്ല, ഫൈബർ കൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട്. നമ്മുടെ ഡൈജഷൻ, അതായത് ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കാനും നമുക്ക് മലബന്ധം ഒന്നും ഇല്ലാതിരിക്കാനും, അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ സംഭവങ്ങളെല്ലാം നല്ല രീതിയിൽ നടക്കുന്നു. വൈറ്റമിൻ എയും സിയും ധാരാളം ഉണ്ട്. വൈറ്റമിൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളെ കൊളാജൻ ഉണ്ടാക്കാൻ വേണം. അതുപോലെ തന്നെ നല്ല കാഴ്ചയ്ക്ക് വൈറ്റമിൻ എ വേണം. വൈറ്റമിൻ സി നമുക്ക് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി തരുന്ന ഏറ്റവും നല്ല വൈറ്റമിൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടുന്നു, നമുക്ക് നല്ല കാഴ്ചശക്തി തരുന്നു. വൈറ്റമിൻ എ നമുക്ക് നല്ല സ്കിന്ന്, ഹെയർ അങ്ങനത്തെ സംഭവങ്ങൾ. കാരണം കൊളാജൻ എന്ന് പറയുന്ന നമ്മുടെ ത്വക്കിനും അതുപോലെ തന്നെ ഒക്കെ ഇലാസ്റ്റിസിറ്റി കൊടുക്കുന്ന, നമ്മുടെ മുടിയൊക്കെ വളരാൻ സഹായിക്കുന്ന കൊളാജൻ ഉണ്ടാക്കാൻ ഈ എയും സിയും ഒക്കെ ആവശ്യമാണ്. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് വയസ്സാവും തോറും കൊളാജൻ പ്രൊഡക്ഷൻ കുറയും. അപ്പോഴാണ് നമ്മുടെ സ്കിന്നൊക്കെ ചുളിയുക, മുടിയൊക്കെ കൊഴിയുക ഒക്കെ പ്രശ്നങ്ങൾ. അപ്പോൾ നല്ല കൊളാജൻ ഉണ്ടാവാനും സ്കിന്നിനും ഹെയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളെ ഇദ്ദേഹം സഹായിക്കുന്നു. നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയും തരുന്നു. പിന്നെ റിച്ച് ഇൻ പൊട്ടാസ്യം. പൊട്ടാസ്യം എന്ന് പറയുന്ന ധാതു ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ BP കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ ഇതിൽ നല്ല രീതിയിൽ ബീറ്റ കരോട്ടിനും ഫ്ലാവനോയിഡ്സും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റുമാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമുക്ക് വയസ്സാവുന്നത്, വെയർ ആൻഡ് ടയർ ഒക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ ഓക്സിഡേഷനും ഇൻഫ്ലമേഷനും ഒക്കെ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ആൻറ്റി ഓക്സിഡേറ്റീവ് ഏജൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസും വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു ആൻറ്റി ഏജിങ്ങിനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇതിലുള്ള ബീറ്റ കരോട്ടിനും അതുപോലെ തന്നെ ഫ്ലാവനോയിഡ്സും നല്ല രീതിയിൽ നമുക്ക് ഈ പോലെ ആൻറ്റി ഓക്സിഡേഷനും അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഇത്തരത്തിലുള്ള ട്യൂബേഴ്സും കിഴങ്ങുകളും വില്ലന്മാരല്ല, അതിൽ ചില ജെന്റിൽമാൻമാരും ഉണ്ട്. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കിഴങ്ങു വർഗ്ഗങ്ങളിലെ ഒരു ജെന്റിൽമാൻ ആണ്. അപ്പോൾ കിഴങ്ങു വർഗ്ഗം, ഇപ്പോൾ ചിലവർക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കും ആക്ച്വലി മരച്ചീനിയും അതുപോലെ പൊട്ടറ്റോ ഒക്കെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ ഗുണമൊന്നും അതുകൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ ഇടയ്ക്കെങ്കിലും ഒന്ന് തിന്നണം എന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചിട്ട് ഡയറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്കും ഷുഗറുള്ള ആളുകൾക്കും സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് ട്രൈ ചെയ്യാവുന്ന ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഷുഗറുള്ള ആളുകളിലേക്കും അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഡയറ്റ് ചെയ്യുന്ന ആളുകളിലേക്കും ഒക്കെ ഒന്ന് എത്തിക്കാം. കാരണം അവരൊക്കെ എത്രയോ കാലമായിട്ട് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കിഴങ്ങ് വർഗ്ഗം പച്ചക്കറിയല്ല, കിഴങ്ങ് വർഗ്ഗം മാറ്റണം. അപ്പോൾ അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് വർഗ്ഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ പറയുന്ന ഒരു കുഞ്ഞു കഷ്ണമൊക്കെ
അത് പറഞ്ഞിട്ട് ഒരു 2-3 എന്താ പറയുക സ്വീറ്റ് പൊട്ടറ്റോ എടുത്തിട്ട് തിന്നാനല്ല പറയുന്നത് കേട്ടോ. ഇതാ അപ്പം ഞാൻ എടുത്തൊരു കഷ്ണത്തിൻ്റെ വലിപ്പം കണ്ടില്ലേ, ഇതാ ഇത്രയും ഒരു സ്മോൾ പീസ്, ഇത്ര പോകുന്ന ഒരു കഷ്ണത്തിൻ്റെ ഒരു പകുതി. അപ്പോൾ ഒരു 2-3 എണ്ണമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹാഫ് പീസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെയിലി ഒരു തവണ കഴിക്കാം. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് പെട്ടെന്ന് ഫില്ലാവും, നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ കുറേ നേരത്തേക്ക് നമുക്ക് വിശപ്പ് തോന്നില്ല, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിശപ്പ് തോന്നാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓവർ ഈറ്റ് ചെയ്യില്ല, നമ്മൾ അനാവശ്യമായിട്ട് വലിച്ചു വാരി തിന്നില്ല. അപ്പോൾ വയറ് നല്ല ഒരു ഫില്ല് ചെയ്ത ഫീൽ ഉണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂട്ടുമില്ല, ഗ്ലൂക്കോസ് വളരെ പതുക്കെ റിലീസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഷുഗർ ലെവല് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കറിയുന്ന എല്ലാവരിലേക്കും നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ഗുണഗണങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക. ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കഴിക്കട്ടെ അല്ലേ. അപ്പോൾ ശരി, ബൈ.